പ്രിയമുള്ളവരെ, തൊടുവരകൾ അഥവാ ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യമായി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് മാർക്ക് എ പോയിന്റ് P ഓൺ ദ സർക്കിൾ. ഡ്രോ ടാൻജൻറ്റ് ത്രൂ P. അതായത് 3 cm ആരമുള്ള ഒരു വൃത്തം വരച്ച് അതിൽ P എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. Pയിലൂടെ വൃത്തത്തിന് തൊടുവര വരയ്ക്കുക. ഒരു ബിന്ദുവിലൂടെയുള്ള ടാൻജൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് പരിശോധിക്കുന്നത്. ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിൽ P എന്ന പോയിൻ്റ് മാർക്ക് ചെയ്ത് ആ പോയിൻ്റിലൂടെ സർക്കിളിന് ടാൻജൻറ്റ് വരയ്ക്കാനാണ്. നമുക്കറിയാം, സർക്കിളിലെ ഒരു പോയിൻ്റിലൂടെയുള്ള റേഡിയസും ആ പോയിൻ്റിലൂടെയുള്ള ടാൻജൻറ്റും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി അതിലേക്കൊരു റേഡിയസ് വരച്ച് റേഡിയസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ടാൻജൻറ്റ് അഥവാ തൊടുവര റെഡിയാവും. വരയ്ക്കുന്നത് നോക്കാം. ഇവിടെ 3 cm റേഡിയസ് ഉള്ള സർക്കിളാണ് വരയ്ക്കാൻ പറഞ്ഞത്. കോമ്പസിൽ 3 cm അളന്നെടുത്ത് സർക്കിളിൽ P എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യാം. സർക്കിളിൽ എവിടെ വേണമെങ്കിലും P എന്ന് പറയുന്ന പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഈ പോയിൻ്റിലൂടെ ടാൻജൻറ്റ് വരയ്ക്കുന്നതിനായി ഈ പോയിൻ്റിലേക്ക് റേഡിയസ് വരയ്ക്കാം. ഈ റേഡിയസും Pയിലൂടെയുള്ള ടാൻജൻറ്റും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് Pയിൽ പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി മെഷർ ചെയ്യാം. ഈ പോയിന്റിൽ നിന്നും Pയിലൂടെ ടാൻജൻസ് വരയ്ക്കാം. അടുത്തതായി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. അതായത് 3 cm ആരമുള്ള വൃത്തം വരച്ച് വശങ്ങളെല്ലാം ആ വൃത്തത്തിനെ തൊടുന്ന ഒരു സമഭുജ ത്രികോണം വരയ്ക്കാനാണ്. ഇവിടെ വൃത്തത്തിൻ്റെ ആരം 3 cm ആണ് തന്നതുകൊണ്ട് ആദ്യം തന്നെ 3 cm റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിനെ സൈഡ്സ് എല്ലാം ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം 60 ഡിഗ്രി ആണെന്നറിയാമല്ലോ. മാത്രമല്ല, ഈ ടാൻജൻസ് ജോയിൻ ചെയ്യുന്ന ആംഗിളും റേഡിയസ് ഈ പോയിന്റിൽ നിന്ന് സെൻറ്ററിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ 120 ആയിരിക്കും. 60 + 120 180. ഇതുപോലെ ഈ സെൻട്രൽ ആംഗിളും ഇതും 120 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ 3 cm റേഡിയസ് ഉള്ള സർക്കിളിൽ സെൻട്രൽ ആംഗിൾ 120 വീതം വരുന്ന 3 റേഡിയസ് വരച്ച് ആ റേഡിയസിൻ്റെ ടാൻജൻറ്റുകൾ വരച്ച് നമുക്ക് ഈ ചിത്രം ഉണ്ടാക്കാൻ പറ്റും. വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ആദ്യം 3 cm റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കാം. കോമ്പസിൽ 3 cm മെഷർ ചെയ്തെടുത്ത് സർക്കിൾ വരച്ചു. ഇനി സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വരുന്ന രൂപത്തിൽ 3 റേഡിയസുകൾ വരയ്ക്കണം. ആദ്യം ഒരു റേഡിയസ് വരച്ച് പ്രൊട്രാക്ടറിൽ സെൻറ്ററിൽ 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുക. ഈ റേഡിയസും പ്രൊട്രാക്ടറും ചേർന്നിരിക്കുന്ന ഭാഗത്ത് 0, 10, 20, 30 കൗണ്ട് ചെയ്ത് 120 ഡിഗ്രിയിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിലേക്ക് ഒരു റേഡിയസ് വരയ്ക്കാം. വീണ്ടും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെ നിന്നും 120 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്യുക. ഈ പോയിന്റിലേക്കും റേഡിയസ് വരയ്ക്കാം. ഇനി ഈ റേഡിയസിന് ടാൻജൻറ്റ് വരയ്ക്കാനായി ഈ പോയിന്റിൽ പ്രൊട്രാക്ടർ നിർത്തി 90 ഡിഗ്രി മെഷർ ചെയ്യുക.
ടാൻജൻറ്റ് വരയ്ക്കാം. അടുത്ത റേഡിയസിനും ടാൻജൻറ്റ് വരയ്ക്കാം. ഇതുപോലെ പ്രൊട്രാക്ടർ ചേർത്ത് നിർത്തി 90 ഡിഗ്രി മെഷർ ചെയ്യാം. മൂന്നാമത്തെ റേഡിയസിനും ടാൻജൻറ്റ് വരയ്ക്കാം. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ റെഡിയായി. ഈ സെൻട്രൽ ആംഗിൾ നമ്മളിവിടെ 120 ഡിഗ്രി എടുത്തത് കൊണ്ട് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 120 ഡിഗ്രി എടുത്തത് കൊണ്ട് ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഓട്ടോമാറ്റിക്കലി 120 ഡിഗ്രി ആവുമ്പോൾ ഇവിടെ 60 ആയിക്കോളും. നെക്സ്റ്റ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 centimeters. Draw a triangle of angles 40 degree, 60 degree, 80 degree with its sides touching the circle. അതായത് ആരം 2.5 സെൻറ്റിമീറ്റർ ആയ ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കണം. ഇവിടെ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് അറിയാം, 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരയ്ക്കണം. ഇതിനെ വശങ്ങളെല്ലാം തൊടുന്ന രൂപത്തിൽ ഒരു ത്രികോണമാണ് വരയ്ക്കേണ്ടത്, ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ആംഗിൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 80 ഡിഗ്രിയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഈ ടാൻജൻസ് ഉണ്ടാക്കുന്ന ഈ ആംഗിളും അത് സെൻട്രലേക്ക് ഉണ്ടാക്കുന്ന ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ 140 ആയിരിക്കും. അതായത് 180 മൈനസ് 40 ഡിഗ്രി, 140 ആയിരിക്കും സെൻട്രൽ. അതുപോലെ ഇവിടെയും 180 മൈനസ് 60, 120 ഡിഗ്രി ആയിരിക്കും സെൻട്രൽ. ഇത് പ്രത്യേകിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് 180 മൈനസ് 80, 100 ഡിഗ്രി ആയിക്കോളും. നമ്മൾ ഇത് രണ്ടും വരച്ചാൽ മതിയാവും. നോക്കാം. ഇത് വരയ്ക്കുന്നതിനായി ആദ്യം 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് വരയ്ക്കേണ്ടത്. കോമ്പസിൽ 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തു, സർക്കിൾ വരച്ചു. ആദ്യം ഒരു റേഡിയസ് വരയ്ക്കാം. നമുക്ക് സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രിയാണ് ആദ്യം വേണ്ടത്. പ്രൊട്രാക്ടർ റേഡിയസിനെ ചേർത്ത് നിർത്തി അവിടുന്ന് 0, 10, 20 കൗണ്ട് ചെയ്ത് 140 പോയിൻ്റ് മാർക്ക് ചെയ്ത് അവിടേക്ക് അടുത്ത റേഡിയസ് വരയ്ക്കാം. ഇനി ഇവിടെ നിന്നും സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി വേണം മെഷർ ചെയ്യാൻ. പ്രൊട്രാക്ടർ ഈ റേഡിയസിൽ ചേർത്ത് നിർത്തി 0, 10 കൗണ്ട് ചെയ്ത് 120 ഡിഗ്രി വരുന്നിടത്ത് പോയിൻ്റ് മാർക്ക് ചെയ്തു. അവിടേക്കും അടുത്ത റേഡിയസ് വരച്ചു. ഈ റേഡിയസിന് ടാൻജൻസ് വരയ്ക്കാം. അതിനായി ഇവിടെ 90 ഡിഗ്രി മെഷർ ചെയ്യാം. അതുപോലെ ഈ പോയിന്റിലും ടാൻജൻറ്റ് വരയ്ക്കണം. 90 ഡിഗ്രി മെഷർ ചെയ്യാം. അതുപോലെ ഇവിടെയും ടാൻജൻറ്റ് വരയ്ക്കാനായി 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മൾ ഇവിടെ സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി എടുത്തത് കൊണ്ട് ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 120 ഡിഗ്രി മെഷർ ചെയ്തത് കൊണ്ട് ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 100ഉം ഇവിടെ 80യും വന്നോളും. നെക്സ്റ്റ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters and draw tangents to it from a point 7.5 centimeters from the center. ആരം 3 സെൻറ്റിമീറ്റർ ആയ വൃത്തം വരയ്ക്കുക.
വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള തൊടുവരകളും വരയ്ക്കുക. അതായത് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നും സർക്കിളിലേക്ക് ടാൻജൻസ് വരയ്ക്കാനാണ്. നോക്കൂ, നമുക്കറിയാം ഈ ടാൻജൻറ്റും റേഡിയസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ഇവിടെയും അതുപോലെ 90 ഡിഗ്രി. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മും 180 ഡിഗ്രി ആയിരിക്കും. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ഇതിൻ്റെ 4 വെർട്ടിസസിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. മാത്രമല്ല ഈ 7.5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഒരു ഡയമീറ്ററുമാണ്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. ഇതിനായി 3 സെൻറ്റിമീറ്റർ റേഡിയസ് അളന്നെടുത്ത് സർക്കിൾ വരയ്ക്കാം. സെൻറ്ററിൽ നിന്ന് 7.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി 7.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഇത് ഡയമീറ്റർ ആവുന്ന ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അതിനായി ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അതിനായി കോമ്പസിൽ ഈ ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ മെഷർ ചെയ്തെടുത്ത് മുകളിലും താഴെയും ഇതുപോലെ ആർക്ക് വരച്ച് അത് കട്ട് ചെയ്യുക. ഇത് ജോയിൻ ചെയ്ത് വരച്ചാൽ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റായി. ഈ മിഡ് പോയിൻ്റിൽ കോമ്പസ് വെച്ച് ഈ റേഡിയസ് മെഷർ ചെയ്ത് സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിൾ നമ്മുടെ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ടാൻജൻസ് വരയ്ക്കാം. ഇതുപോലെ ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് സൈഡ് 7 സെൻറ്റിമീറ്റേഴ്സ് 8 സെൻറ്റിമീറ്റേഴ്സ് 9 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. വശങ്ങളുടെ നീളം 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ ആയ ത്രികോണം വരച്ച് അതിൻ്റെ അന്തർവൃത്തം വരയ്ക്കുക. ഇവിടെ ഒരു ത്രികോണം വരയ്ക്കണം, അതിൻ്റെ അന്തർവൃത്തം വരയ്ക്കണം. ത്രികോണത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് 7, 8, 9 വശങ്ങളുള്ള ത്രികോണം വരച്ച് അതിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാനാണ്. നമുക്കറിയാം ഈ ഇൻസർക്കിളിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന ലൈനുകൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സാണ്. അപ്പോൾ നമ്മളിതിൻ്റെ 2 ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുമ്പോൾ തന്നെ അത് ഇൻസർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഈ ചിത്രം വരയ്ക്കുന്നത്. നോക്കാം. ത്രികോണം വരയ്ക്കുന്നതിനായി ആദ്യം ഒരു സൈഡ് 9 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അടയാളപ്പെടുത്തി 7, 8 സെൻറ്റിമീറ്റർ വശങ്ങൾ കോമ്പസിൽ മെഷർ ചെയ്യുക. 7 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഒരാർക്ക് വരയ്ക്കാം. അടുത്തത് 8 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് ഇവിടെ നിന്നും ആ ആർക്കിനെ കട്ട് ചെയ്യാം. ജോയിൻ ചെയ്ത് വരച്ചാൽ ട്രയാങ്കിൾ റെഡി. ഈ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിൾ വരയ്ക്കാൻ 2 ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചാൽ മതിയാവും. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് നോക്കാം. ആദ്യം ഈ വെർട്ടെക്സിൽ കോമ്പസ് വെച്ച് ഒരു ആർക്ക് വരച്ച് ഇവിടെ 2 പോയിന്റിൽ കട്ട് ചെയ്യുക. ഈ പോയിന്റിൽ നിന്നും വീണ്ടും ആർക്സ് വരച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യിക്കുക. അത് കൂട്ടിമുട്ടുന്ന
പോയിന്റിലേക്ക് ഈ വെർട്ടെക്സിൽ നിന്നും ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം. ഇതുപോലെ അടുത്ത ആംഗിളിനും ബൈസെക്ടർ വരയ്ക്കാം. ആദ്യം ഒരു ആർക്ക് വരയ്ക്കുന്നു, അത് മീറ്റ് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ആർക്സ് വരച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യാം. ഈ പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഈ ഇൻസർക്കിളിൻ്റെ സെൻറ്റർ. ഇവിടെ നിന്ന് താഴേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇൻസർക്കിളിൻ്റെ റേഡിയസ് കിട്ടും. ഇനി ഈ റേഡിയസ് മെഷർ ചെയ്ത് സർക്കിൾ വരയ്ക്കാം. ദാ ഇൻസർക്കിൾ റെഡി.